ഹായ് പ്ലസ് വൺ മക്കളെ, ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട്. നിങ്ങളിൽ ഒരുപാട് പേർക്ക് നിരാശ പകരുന്ന ഒരു ന്യൂസ് ആയിരിക്കും എന്ന് ഞാൻ ആദ്യമേ പറയുകയാണ്. പ്ലസ് വൺ ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ട പരീക്ഷാ പേപ്പർ ചോർച്ചാ വിവാദത്തിന്റെ അതിന്റെ ബാക്കി പത്രമായിട്ട് ഇന്ന് തിങ്കളാഴ്ച ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിന് ശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്രസ് മീറ്റിംഗ് നടത്തി. അതിൽ പറഞ്ഞിട്ടുണ്ട് പുനഃപരീക്ഷ നടത്തുകയില്ല എന്നുള്ളത്. അതായത് നിങ്ങളിപ്പോൾ ഓൾറെഡി എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷ്, മാത്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ അങ്ങനത്തെ എക്സാംസ് ഒക്കെ അല്ലേ, ഇപ്പോൾ കഴിഞ്ഞു പോയ എക്സാംസ്, ഇതിനൊരു റീടെസ്റ്റ് ഉണ്ടായിരിക്കുകയില്ല. ലീക്കേജുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ റീടെസ്റ്റ് വേണം എന്നുള്ള അല്ലെങ്കിൽ ഉണ്ടാവും എന്നുള്ളൊരു ഒരു വിശ്വാസം ഉണ്ടായിരുന്നത്. എന്നാൽ അത് ഉണ്ടായിരിക്കുകയില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും റീടെസ്റ്റ് വരികയാണെങ്കിൽ ഈ എഴുതിയ കുട്ടികൾ തന്നെ വീണ്ടും എഴുതുകയും അതുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കാലിറ്റി, ഡിഫിക്കൽറ്റി ഒക്കെ ഉണ്ട്. അത് കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും. കാരണം കുട്ടികൾക്കും കൂടി അൾട്ടിമേറ്റ്ലി ഇത് ബാധിക്കുന്നുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ കഴിഞ്ഞ എക്സാംസ് ആസ് യൂഷ്വൽ മുന്നോട്ടും നിങ്ങൾ നേടിയിരിക്കുന്ന മാർക്കുകൾ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടാൻ പോകുന്നത്. അതായത് മാത്സ് എക്സാമിൽ ഇപ്പോൾ നിങ്ങൾക്ക് എഴുതി കിട്ടിയ മാർക്ക് തന്നെ ആയിരിക്കും നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന്റെ മാത്സിന്റെ മാർക്ക്. അപ്പോൾ ഒരു റീടെസ്റ്റ് വേണം എന്നുള്ളൊരു അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ ഒരുപാട് പേർക്ക് തോന്നിയിരുന്നു. എസ്പെഷ്യലി മാത്സിന്റെ കേസിൽ എനിക്കറിയാം. കാരണം എക്സാം ന്യൂമറിക്കലി കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു, കുറച്ചധികം ഡിഫിക്കൽട്ട് ആയിരുന്നു. അപ്പോൾ ഒരു റീടെസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ പല ആൾക്കാരും സാർ ഇനി ഉണർന്ന് പഠിക്കും എന്നുള്ള പല തീരുമാനങ്ങൾ എടുത്തവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു നിരാശ തോന്നുന്നുണ്ടാവും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ് മക്കളെ, നിരാശപ്പെടാനൊന്നുമില്ല. ഇത് എക്സാം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ ഒരു സംഭവം അങ്ങനെ മുന്നോട്ട് പോയിക്കോട്ടെ. അത് കഴിഞ്ഞു എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക. ഇനി മുന്നോട്ട് നിങ്ങൾക്ക് ഇനി മോഡൽ എക്സാമിലേക്ക് ഒരുപാട് സമയമുണ്ട്. ആ സമയം കൂടി ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എത്ര ചാപ്റ്റേഴ്സ് ആണുള്ളത് അത് കുറച്ചുകൂടി കൺസെപ്റ്റ് ആഴത്തിൽ ഇറങ്ങി പഠിക്കാനും കുറച്ചുകൂടി പ്രോബ്ലം ചെയ്യാനൊക്കെ നിങ്ങൾ തയ്യാറാവണം എന്ന് ഞാൻ നിങ്ങളോട് ആദ്യമേ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് അതിൽ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അതിലേക്ക് ഞാൻ വരാം. പോലീസ് അതിന്റെ നടപടി ക്രമങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പാരലായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സമിതി ഉണ്ടാക്കിയിട്ട് അവരും അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ബാക്കി പത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മുന്നോട്ടുള്ള എക്സാംസ് പഴുതടിച്ച് നടത്തും. അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് എന്ത് ചെയ്യും, ഒരു മാസത്തിനകം സബ്മിറ്റ് ചെയ്യും. അപ്പോൾ അത് പ്രകാരം കൂടുതൽ സെക്യൂരിറ്റി ഒക്കെ എക്സാം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്നൊക്കെ പറഞ്ഞു, ട്രാൻസ്പെറൻസി ഒക്കെ കൊണ്ടുവരും. പക്ഷേ പല വാട്സപ്പ് മെസ്സേജുകളിലും അല്ലെങ്കിൽ ചില വോയിസ് ഒക്കെ ആയിട്ട് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നുണ്ടായിരുന്നു. അതായത് എഡ്യൂപോർട്ട് പോലെയുള്ള ഞങ്ങളുടെ ലൈവുകളൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്, ഇനി ഇതൊന്നും അനുവദിക്കില്ല, ഇതൊക്കെ നിരോധിക്കാൻ പോവാണ് എന്നുള്ള രീതിയിലുള്ള പല മെസ്സേജുകളും പോയിരുന്നു. പല കുട്ടികളും പല പാരൻസും സാർ അങ്ങനെ ഉണ്ടാകുമോ എന്നുള്ള രീതിയിൽ വളരെ വിഷമത്തിലൊക്കെ ഞങ്ങളെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഒഫീഷ്യലായിട്ടുള്ളൊരു അങ്ങനത്തെ നടപടിയോ കാര്യങ്ങളോ ഒന്നുമില്ല വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ വ്യാജ വാർത്തകളാണ്. ഒഫീഷ്യലി അങ്ങനെ ഒരു റിപ്പോർട്ടും ഇല്ല. അപ്പോൾ അതിലൊന്നും നിങ്ങൾ എന്ത് ചെയ്ത് വീണ് പോകരുത്. അതിലൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, വിശ്വസിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആസ് യൂഷ്വൽ പഠനമായി മുന്നോട്ട് പോവുക. എഡ്യൂപോർട്ട് ലൈവുകൾ നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പോകുന്നില്ല. അങ്ങനെയുള്ള ഒരു സംഭവ വികാസങ്ങളൊന്നും ഇവിടെ ഇല്ല. സോ എഡ്യൂപോർട്ടിന്റെ ലൈവുകൾ എളുപ്പമുള്ള പോലെ എന്നും ഇവിടെ തന്നെ ഉണ്ടാവും. സോ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ടാവും. കൂടുതൽ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഈ വീഡിയോ എത്തിക്കുക കേട്ടോ. ഇത്രയും പറഞ്ഞു ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.